السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരന്മാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ സുഖലോക സ്വർഗത്ത് ഇപ്രകാരം ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മെയും ബന്ധുമിത്രാദികളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സ്വർഗമെന്ന് പറയുന്ന ഇസ്ലാമിക വിശ്വാസം, ഒന്നുകൂടെ ബൃഹത്തായി പറഞ്ഞാൽ പരലോകത്തെക്കുറിച്ചുള്ള വിശ്വാസം, അതിൻ്റെ പ്രസക്തിയും അതുകൊണ്ട് മാനവ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും പുരോഗതികളുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനുള്ളത്. ഈ ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യം നേരത്തെ നമ്മൾ സ്വാഗത ഭാഷണത്തിൽ കേട്ടതുപോലെ, മതം പറയുന്നതിനെയെല്ലാം പരിഹസിക്കുക, നിഷേധിക്കുക, അങ്ങനെ നിയന്ത്രണങ്ങളില്ലാതെ വളയമില്ലാത്ത ലോകത്ത് എല്ലാവിധ താന്തോന്നിത്വവും കൂടെ എല്ലാവിധ അധർമ്മങ്ങൾക്കും പിന്തുണ നൽകിക്കൊണ്ട് ജീവിക്കുക, അങ്ങനെയുള്ള ജീവിതത്തെ പരമാവധി പ്രൊമോട്ട് ചെയ്യുക, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക, ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി വ്യാപകമായ രീതിയിൽ ലോകാടിസ്ഥാനത്തിൽ തന്നെ പലരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ ജീവിതം വ്യർത്ഥമല്ലെന്നും അത് വെറുതെ നശിപ്പിച്ചു കളയേണ്ടതല്ലെന്നും ഓരോ നിമിഷവും ഉപകാരപ്രദമാവേണ്ടതുണ്ടെന്നും നമുക്ക് സ്വയം ബോധ്യപ്പെടാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുമാണ് പരലോകത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് സ്വർഗത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യൻ ചെറിയ കാലം മുതൽ പ്രചോദനങ്ങളെ ഇഷ്ടപ്പെടുന്നവനാണ്. നാളെ ഇന്നത് ചെയ്യണം എന്നൊരു അധ്യാപകൻ വിദ്യാർത്ഥിയോട് പറയുമ്പോൾ എന്തുകൊണ്ടത് എന്നൊരു ചോദ്യം സ്വാഭാവികമായും വിദ്യാർത്ഥിയുടെ മുന്നിലുണ്ടാകും. അവന് കുറേ പ്രചോദനങ്ങൾ അദ്ദേഹം നൽകും, അല്ലെങ്കിൽ അവൻ്റെ തന്നെ മനസ്സിലുണ്ട്. നന്നായിട്ട് പഠിച്ചാൽ പ്രോത്സാഹനം കിട്ടും, സമ്മാനം ലഭിക്കും, പരീക്ഷയിൽ ജയിക്കാനാകും. ജീവിതത്തിലുടനീളം ആ ഒരു വിജ്ഞാനത്തിൻ്റെ ഫലം അവൻ അനുഭവിക്കാൻ പറ്റും. നല്ല ജോലി കിട്ടും, വിദ്യാഭ്യാസം കൊണ്ട് നല്ല മനുഷ്യനാകാനാകും. ഇങ്ങനെ നിരവധിയായ പ്രചോദനങ്ങൾ ഒരു വിദ്യാർത്ഥിയെ സ്വാധീനിക്കുമ്പോൾ അവൻ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്നു. നേരെ മറിച്ച് ഇത്തരം ലക്ഷ്യങ്ങളൊന്നുമില്ല, വരുന്നു പോകുന്നു, പിന്നെയും പിന്നെയും ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഒരു കുട്ടിക്ക് പഠനരംഗത്ത് തീരെ തിളങ്ങാൻ കഴിയില്ല. ഇപ്രകാരം തന്നെയാണ് ഒരു രക്ഷിതാവിൻ്റെ കാര്യം, ഇപ്രകാരം തന്നെയാണ് ജോലി ചെയ്യുന്ന ഒരാളുടെ കാര്യം. രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്യാൻ അവന് ചില പ്രചോദനങ്ങളുണ്ട്. ജോലി ചെയ്തെങ്കിലേ ജീവിക്കാനാകൂ, സമ്പത്ത് കിട്ടൂ, മക്കളെ പോറ്റാനാവൂ, കുടുംബത്തിൽ ഭദ്രത വരൂ, സന്തോഷം നിലനിൽക്കൂ. ഈ ഒരു ചിന്ത കൊണ്ടാണ് മനുഷ്യൻ നിരന്തരമായി അധ്വാനിക്കുന്നത്, പഠനം നടത്തുന്നത്, കഠിനമായി പ്രയത്നിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, എത്ര കഠിനമായ ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ട്. ശക്തമായ ചൂടിൽ റോഡ് നിർമ്മാണം നടത്തുന്നവരെ നമുക്ക് കാണാൻ പറ്റും, പാലം നിർമ്മിക്കുന്നവരെ കാണാൻ പറ്റും. ഒരു പ്രചോദനവും ഇല്ലെങ്കിൽ നേരം വെളുത്ത് ഡ്രസ്സ് മാറ്റി ഇത്തരം കഠിന ജോലികൾക്ക് അവരെങ്ങനെയാണ് തയ്യാറാവുക? ഒരിക്കലും അത് സംഭവിക്കില്ല. നേരെ മറിച്ച് ഈ ജോലി ചെയ്താൽ അതിനുള്ള വേതനം കിട്ടുമ്പോൾ അതുകൊണ്ട് എൻ്റെ ജീവിതം നന്നാക്കിയെടുക്കാൻ പറ്റും, എൻ്റെ മക്കൾക്ക് അന്നം നൽകാം, വീട് നിർമ്മാണം നടത്താം, മറ്റ് ആവശ്യമായ ഭൗതിക സംവിധാനങ്ങളൊക്കെയും തയ്യാറാക്കാം. ഈ ഒരു വിചാരം കൊണ്ടാണ് രാവിലെ മനുഷ്യൻ എഴുന്നേൽക്കുമ്പോൾ സന്തോഷത്തോടുകൂടെ ജോലിയെ സമീപിക്കുന്നത്.
അല്ലായിരുന്നുവെങ്കിൽ ഒരാളെയും ഇത്തരം പരിപാടികൾക്ക് ലഭ്യമല്ല. ഇത് മനുഷ്യൻ എന്ന രീതിയിൽ നമ്മുടെ നിത്യജീവിതത്തിലുള്ളതാണ്. കൂടുതൽ വിസ്തരിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. പരിശുദ്ധ ഖുർആൻ സ്വർഗമെന്ന വലിയ വാഗ്ദാനം മനുഷ്യന്റെ മുന്നിൽ വെക്കുന്നുണ്ട്. നന്മ ചെയ്തവർക്ക്, നല്ല വിശ്വാസം വെച്ച് പുലർത്തുന്നവർക്ക്. ഈ ഒരു പ്രചോദനമില്ലെങ്കിൽ മനുഷ്യന് ഭൗതിക ലോകത്ത് അവന്റെ ബുദ്ധി ഉപയോഗിച്ച് താന്തോന്നിയായി ജീവിക്കാൻ പറ്റും. ആരെയും കീഴടക്കാനുള്ള പ്രവണത വരും. ഈ ഒരു ജീവിതത്തോടുകൂടെ നമ്മുടെ എല്ലാവിധ പരിപാടികളും അവസാനിക്കുന്നുവെന്ന് വന്നാൽ പിന്നെ ആരെയും ആക്രമിക്കുന്നതിന് മനുഷ്യന് യാതൊരു നിയന്ത്രണവും ഉണ്ടാവുകയേയില്ല. അതുകൊണ്ടാണ് മതം മനുഷ്യനെ ധർമ്മനിഷ്ഠനാക്കാൻ, മനുഷ്യനെ ശരിക്കും ഒരു മനുഷ്യനാക്കി തീർക്കാൻ, നരകമെന്ന് പറയുന്ന ഭീകരമായ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വർഗമെന്ന വർണ്ണിക്കാനാവാത്ത അനുഗ്രഹങ്ങളുടെ ലോകത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറെ ആരാധനകൾ അനുഷ്ഠിക്കുക എന്നതിനപ്പുറം മതം ആരാധനകളെപ്പോലും മനുഷ്യനാവാനുള്ള ചില ഉപാധികളായിട്ട് സംവിധാനിച്ചതുപോലെ തോന്നും നമുക്ക്. എന്തുകൊണ്ട്? നിരന്തരമായി ആരാധനകൾ ഏർപ്പെടണം. അപ്പോഴൊക്കെ അള്ളാഹുവുമായുള്ള ബന്ധം പുലർത്തിക്കൊണ്ടേയിരിക്കണം, വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. നിസ്കാരം ഒരു സമയത്ത് തീർത്താൽ പറ്റില്ല, പല ഘട്ടങ്ങളിലായിട്ട് അത് നിർവഹിക്കണം. രാവിലെ തന്നെ പള്ളിയിൽ കയറി ഒളുവെടുത്ത് 5 വക്ത് നിസ്കാരവും ഒന്നിച്ച് നിർവഹിക്കാൻ നമുക്ക് സമ്മതമില്ല. നേരെ മറിച്ച് വിവിധ ഘട്ടങ്ങളിലായിട്ട് അത് നിർവഹിച്ചുകൊണ്ടിരിക്കണം. രാവിലെ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ നിൽക്കുന്നു, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നു, അവന്റെ അവധാനങ്ങൾ പാടുന്നു, ഖുർആൻ ഓതുന്നു, നമ്മുടെ മനസ്സ് വിമലീകരിക്കപ്പെടുന്നു. പിന്നീട് മനുഷ്യൻ അവൻ്റെതായ ജീവിത വ്യവഹാരങ്ങളിലേക്ക് നീങ്ങാൻ സ്വാഭാവികമായും ആ വിശുദ്ധമായ മനസ്സിന് കളങ്കങ്ങൾ ഉണ്ടാകും, അതിൽ വൈകല്യങ്ങൾ വന്നു ചേരും. അവൻ്റെ ഇടപാടുകൾക്കനുസരിച്ച്, അവൻ്റെ ബന്ധങ്ങൾക്കും അവൻ്റെ സാഹചര്യങ്ങൾക്കും അനുസരിച്ച് ചെറിയ രീതിയിൽ നമ്മുടെ ഭക്തി ഇങ്ങനെ കുറഞ്ഞു വരും. ആ സമയത്ത് അടുത്ത ബാങ്ക് വിളിക്കും, അല്ലാഹു അക്ബർ എന്ന ആ ഒരു വിശുദ്ധമായ മന്ത്രം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് പിന്നെയും ആത്മാർത്ഥതയിലേക്ക്, ആത്മീയതയിലേക്ക്, നന്മയിലേക്ക് ഇങ്ങനെ മുന്നോട്ട് ഇറങ്ങി വരും. അങ്ങനെ നമ്മൾ പള്ളിയിലെത്തും, അല്ലെങ്കിൽ നിസ്കാരവേദിയിലെത്തും, നിസ്കരിക്കുന്നു, പിന്നെയും അള്ളാഹുവുമായി അടുക്കുന്നു. ഇതിങ്ങനെ ചക്രം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലം എന്താണ്? മനുഷ്യൻ എപ്പോഴും അള്ളാഹുവുമായുള്ള ബന്ധം നിലനിർത്തും. ഏതാ അള്ളാഹു? നമ്മൾ നിസ്കാരത്തിൽ പലയാവർത്തി പറയുന്ന മന്ത്രം അല്ലാഹു അക്ബർ, അവനാണ് ഏറ്റവും വലിയവൻ. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന മന്ത്രത്തിന്റെ സ്വാഭാവികമായ മറുവശമാണ് നാം ഏറ്റവും ചെറിയവരാണ് എന്നുള്ളത്. അള്ളാഹുവാണ് ഏറ്റവും വലിയവർ, നമ്മൾ ചെറിയവരാണെന്ന്, നിസ്സാരരാണെന്ന്. അള്ളാഹുവിൻ്റെ എല്ലാ വാക്കുകളും അള്ളാഹുവിൻ്റെ എല്ലാ വാക്കുകളും തീരുമാനങ്ങളും കൽപ്പനകളും അംഗീകരിക്കേണ്ടവരാണെന്ന് ഈ ഒരു ബോധം വരുമ്പോൾ മനുഷ്യൻ വിനയാന്വിതനാകുന്നു. മനുഷ്യൻ എന്ന രീതിയിലുള്ള അവന്റെ യഥാർത്ഥ ഭാവത്തിലേക്ക് അവൻ ഉയരാനാകുന്നു. അതിന് പുറമെ സുന്നത്തായ നിസ്കാരങ്ങളുണ്ട്, മറ്റ് ഖുർആൻ പാരായണം പോലെയുള്ള ആരാധനകളുണ്ട്. ഇതൊക്കെയും മനുഷ്യനെ അള്ളാഹുവുമായുള്ള ബന്ധം പിന്നെയും 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 ശക്തമാക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവൻ ഏറ്റവും നല്ലവനായി ജീവിക്കും. ഞാൻ പറഞ്ഞല്ലോ, കേവലം ആരാധനകൾ പഠിപ്പിച്ച മതമല്ല ഇസ്ലാം. ഇസ്ലാമിന് അന്യമായ ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ടൊരു കാര്യമില്ല. ഇസ്ലാം എന്ന് പറയുമ്പോഴേക്ക് കുറെ ആരാധനകളിൽ പരിമിതമല്ലെന്ന് മനസ്സിലാക്കിയവരാണ് നമ്മളും നമ്മളല്ലാത്ത ഇസ്ലാം വിരുദ്ധരായ ആളുകൾ പോലും. അതാണ് പലരെയും പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. ഏതെങ്കിലും ഒരു മൂലയിൽ ആരാധനയുമായി കൂടുന്ന മതമായിരുന്നു ഇസ്ലാമെങ്കിൽ ഇന്ന് കാണുന്ന മതപരമായ വിമർശനങ്ങളൊന്നും ഇസ്ലാമിന് നേരിടേണ്ടി വരില്ലായിരുന്നു. അവരവരുടെ കാര്യമെന്നും പറഞ്ഞിട്ട് പോകും. നേരെ മറിച്ച് അങ്ങനെയല്ല ഇസ്ലാം. കച്ചവടം മുതൽ മനുഷ്യന്റെ ജീവിത വ്യവഹാരങ്ങളിലെ ഓരോ സന്ദർഭത്തെയും ഇസ്ലാം പ്രതിനിധീകരിക്കുന്നു. അതുകൊണ്ട് ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി തീർക്കണമെന്ന് തിന്മയുടെ ശത്രുക്കളൊക്കെയും ആഗ്രഹിച്ചു, തിന്മയുമായി ബന്ധപ്പെട്ട് തിന്മയെ വല്ലാതെ ഉഷാറാക്കി കൊണ്ടെടുക്കുന്നവരൊക്കെയും ആഗ്രഹിക്കുന്നു. നന്മയുടെ ശത്രുക്കൾക്ക് ഇസ്ലാം എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി കിട്ടണമെന്ന വിചാരം സ്വാഭാവികം മാത്രം. നോക്കുങ്ങൾ, ഒരു മനുഷ്യൻ വിശ്വാസിയായാൽ എന്താ സംഭവിക്കുന്നത്?
അവൻ സത്യസന്ധനാകും, ധർമ്മിഷ്ഠനാകും, മാതാപിതാക്കളെ മാനിക്കുന്നവനാകും. അവൻ അവൻ്റെ അയൽവാസിയോട് ആർദ്രമായി പെരുമാറും. അവനിൽ നിന്ന് ആർക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവൂല. അവൻ സത്യമേ പറയൂ. അവൻ ലഹരികളിൽ നിന്ന് മാറി നിൽക്കും. അവൻ അതിക്രമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. ശരിക്കും ഒരു മനുഷ്യൻ ആരാവണമെന്നതിൻ്റെ കൃത്യമായ ഉപമയായി അവന് ജീവിക്കാൻ കഴിയും. ഇങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് ഈ ഒരു ജീവിതത്തിന് പ്രചോദനമെന്ന വിധം മതം വാഗ്ദാനം ചെയ്യുന്നതാണ് പരലോകത്തെ അനന്തമായ സുഖസമ്പൂർണമായ ജീവിതം. അതിൻ്റെ ഇടമായി ഖുർആൻ പരിചയപ്പെടുത്തുന്നതാണ് സ്വർഗം. ആർക്കാണ് സ്വർഗം നൽകുന്നത്? പരിശുദ്ധ ഖുർആനിൽ അത് സംബന്ധമായ കുറേ പ്രയോഗങ്ങൾ, നിരവധിയായ പ്രയോഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ ദുന്യാവിനെ കുറിച്ച് പറഞ്ഞ് ഇവിടുത്തെ ജീവിതം ഏതാനും കാലങ്ങൾ മാത്രമുള്ളതാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തി, അനന്തമായ ജീവിതം പരലോകത്താണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുന്യാ ഇല്ലാ ലഹ്വും വലഅബ്. ഈ ദുന്യാവിലെ ജീവിതം അതങ്ങനെ തീർന്നു പോകും, കുറെ കളികളും തമാശകളും ഒക്കെ ആയിട്ട്. എന്നാൽ യഥാർത്ഥ ജീവിതം ഏതാണ്? ഹയവാൻ, അതാണ് യഥാർത്ഥ ജീവിതം. ഹയവാൻ, അതാണ് ജീവിതം, അതാണ് യഥാർത്ഥ ജീവിതം. ആ ജീവിതത്തിൽ വിജയിക്കുന്നില്ലെങ്കിൽ വല്ലാതെ ബുദ്ധിമുട്ടി പോകും. അതുകൊണ്ടാണ് ലൗകാനു യഅലമൂൻ സൂറത്തുൽ അങ്കബൂത്തിന്റെ 64-ാമത്തെ വചനത്തിൽ മനുഷ്യർ മനസ്സിലാക്കുന്നുവെങ്കിൽ ഇതാണ് യാഥാർത്ഥ്യം എന്ന് ഖുർആൻ പറയുന്നത്. അത് നമ്മുടെ മുമ്പിലുള്ള ചരിത്രം, ഇതുവരെയും എത്ര പ്രമുഖരായി ജീവിച്ചവരും മണ്ണടിഞ്ഞു പോയിട്ടുണ്ട്. അത് നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് നമ്മളും ഈ ജീവിതം അവസാനിച്ചു പോകും. പിന്നെ യഥാർത്ഥ ജീവിതം ഏതാണ്? അത് പരലോകത്ത്. ആ പരലോകത്തെ ജീവിതം എങ്ങനെയാണ് ഭംഗിയിലാക്കി തീർക്കുക എന്ന് കൃത്യമായി മതം പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അങ്ങോട്ടേക്ക് വരാം. മതമെന്ന് പറയുന്ന രീതിയിൽ നിലനിൽക്കുന്ന എല്ലാ ദർശനങ്ങളും ഈ ഒരു ഐഡിയ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് പലരും ഇങ്ങനെ പറയും, ഇസ്ലാം സ്വർഗം എന്നും പറഞ്ഞ് ആളുകളെ പ്രചോദിപ്പിക്കുക, നരകം എന്നും പറഞ്ഞിട്ട് ആളുകളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇസ്ലാം കോപ്പയാണ് എന്നൊക്കെയാണ് യുക്തിവാദികളുടെ നേതാവായി ചമയുന്ന നാസ്തിക മോർച്ചയുടെ സംസ്ഥാന നേതാവ് രവിചന്ദ്രൻ സി ഒക്കെ ഇസ്ലാമിനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം കോപ്പയാണ്. എന്താ കോപ്പ? കൊതിപ്പിക്കുക, പേടിപ്പിക്കുക. സത്യം പറഞ്ഞാൽ അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ കൊതിപ്പിക്കൽ കൊണ്ടാണ് മനുഷ്യൻ വൃദ്ധനായ പിതാവിനെയും വൃദ്ധയായ മാതാവിനെയും സംരക്ഷിക്കാൻ ദൃഷ്ടരാകുന്നത്. കേരളത്തിൽ തന്നെ കണക്കെടുത്ത് നോക്കുക, വൃദ്ധസദനങ്ങളിൽ വളരെ 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 കുറഞ്ഞ ശതമാനം മാത്രമേ മുസ്ലിങ്ങളുള്ളൂ. എന്തുകൊണ്ട്? ഈ ഒരു കൊതിപ്പിക്കലുണ്ട്. മാതാവിൻ്റെയും പിതാവിനെയും സംരക്ഷിക്കണമെന്ന പ്രചോദനമുണ്ട്. മാതാവിനെ സംരക്ഷിക്കുന്നവനാണ് വിജയമെന്ന നിരന്തരമായ ഓർമ്മപ്പെടുത്തലുണ്ട്. വയസ്സായ ഒരാള്, യാതൊരു ഉപകാരമില്ലാത്ത ഒരാള്, ഇവരൊക്കെ മുന്നോട്ട് വെക്കുന്ന നാസ്തിക ദർശനമനുസരിച്ച് ഈ മാതാവിനെ അല്ലെങ്കിൽ പിതാവിനെ സംരക്ഷിക്കുന്നത് കൊണ്ട് മനുഷ്യന് എന്ത് ഉപകാരം കിട്ടാനാണ്? ഒരു പുരാവസ്തു, ഇടക്കിടക്ക് രോഗങ്ങൾ, അവരെ ചികിത്സിക്കാൻ വലിയ സമ്പത്ത് ആവശ്യമായി വരുന്നു. ഒന്ന് കഴിയുമ്പോഴേക്കൊന്ന്. ഇങ്ങനെ ഇതിനെ സംരക്ഷിച്ചിട്ട് എന്ത് കാര്യമുണ്ട്? അവരുടെ തന്നെ ദർശനമാകുന്ന എവല്യൂഷനിലെ ഈ നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി നിർദ്ധാരണം, ഇതിന് പറ്റാത്തൊരു സാധനമാണിത്. വിസ്തരിച്ച് പറയേണ്ട ഒരു ഭാഗമാണ്. ഒരു സ്പീഷീസ് നിലനിൽക്കണമെങ്കിൽ, ഒരു ജാതി വർഗം നിലനിൽക്കണമെങ്കിൽ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന എല്ലാവിധ ദുരന്തങ്ങളെയും അതിജയിക്കാൻ അതിന് കഴിയണം. വൃദ്ധനായ പിതാവിന്, വൃദ്ധയായ മാതാവിന് ഒരിക്കലും ഈ ഒരു പ്രകൃതി നിർദ്ധാരണത്തിന് പറ്റൂല. അങ്ങനെ വരുമ്പോൾ അതിന് ജീവിക്കാൻ തന്നെ അവകാശമില്ല. പീറ്റർ സിംഗറിന്റെ പ്രാക്ടിക്കൽ എത്തിസം പോലെയുള്ള പുസ്തകങ്ങളുണ്ട്. പ്രകൃതി നിർദ്ധാരണത്തിന് പറ്റുന്നതിനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് അയാൾ സമർത്ഥിക്കുന്നു. അതിനെ അംഗീകരിക്കുന്നു ലോകത്തുള്ള എല്ലാ നാസ്തികരും മതവിരുദ്ധരും. ഈ മാതാവിനെയും പിതാവിനെയും സംരക്ഷിക്കുന്നത് കൊണ്ട് എന്ത് കാര്യമുണ്ട്? ഇല്ലെന്നവർക്ക് തീരുമാനിക്കാനാകുന്നു. അങ്ങനെയാണ് നാസ്തികരുടെ സ്വർഗലോകങ്ങളിൽ, വൃദ്ധസദനങ്ങളിൽ ധാരാളമായി മനുഷ്യർ നരകിച്ചുകൊണ്ടിരിക്കുന്നത്.
സ്വന്തം മകന് 10-11 വയസ്സായിട്ടുണ്ടെങ്കിൽ, മകൾക്ക് 10 വയസ്സായിട്ടുണ്ടെങ്കിൽ പിന്നെ 2 കുടുംബം ഒരു വീട്ടിൽ ഒരുമിച്ച് പോകില്ലെന്നാണ് അവരുടെ കൺസെപ്റ്റ്. അങ്ങനെയാണ് ഇവർ അഭിമാനം പറയുന്ന ഇവരുടെ സ്വീഡനിൽ, ഇവരുടെ ഡെൻമാർക്കിൽ, ഇവരുടെ നോർവേയിൽ ഇത്തിരി മക്കൾക്കൊക്കെ വയസ്സാവുമ്പോഴേക്ക് മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി ആക്കുന്നത്. നേരെ മറിച്ച് മുസ്ലിമായ മനുഷ്യൻ അതിന് സാധ്യമല്ല. എന്തുകൊണ്ട്? അവനെ മതം പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഈ മാതാവിനെ സംരക്ഷിക്കുന്നതിലാണ് നിന്റെ വിജയം, സ്വർഗം. കൊതിപ്പിക്കലാണ് ഇസ്ലാം. ഈ ഒരു കൊതിപ്പിക്കൽ ഇല്ലാത്തത് കൊണ്ടാണ് വൃദ്ധരാകുന്ന മാതാപിതാക്കളെ അവഗണിക്കാൻ മതവിരുദ്ധരാകുന്ന മനുഷ്യർക്ക് കഴിയുന്നത്. പേടിപ്പിക്കൽ തന്നെയാണ് ഇസ്ലാം. ഞാനതാ പറഞ്ഞത്, കോപ്പ എന്ന് പറഞ്ഞാൽ അപമാനമല്ല, അഭിമാനമാണ് എന്ന്. ഈ ഒരു പേടിപ്പിക്കൽ ഉള്ളത് കൊണ്ടാണ് അന്യന്റെ ധനം അപഹരിക്കാൻ ഒരു വിശ്വാസിക്ക് പറ്റാത്തത്. തന്നേക്കാൾ ശക്തി കുറഞ്ഞ ഒരാളെ പീഡിപ്പിക്കാൻ ഒരു വിശ്വാസിക്ക് പറ്റാത്തത്, അന്യന്റെ ഭാര്യയെ വ്യഭിചരിക്കാൻ പറ്റാത്തത്, ബലാത്സംഗത്തിന് പറ്റാത്തത്, അധർമ്മമായി മനുഷ്യൻ കാണുന്ന ഏതു സംഗതിയുണ്ടോ അതിനൊന്നും ഒരു വിശ്വാസിക്ക് സാധ്യമാവാത്തത് ഈ ഒരു കൊതിപ്പിക്കലുള്ളത് കൊണ്ടാണ്, ഈ ഒരു പേടിപ്പിക്കലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് മനുഷ്യനാവാൻ ഈ ഒരു പരലോകത്തുള്ള വിശ്വാസം, സ്വർഗം നരകത്തെക്കുറിച്ചുള്ള വിചാരം വേണമെന്ന് മതം നിരന്തരമായി നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് മാത്രം, ഇസ്ലാമിലെ സ്വർഗം എന്ന് പറഞ്ഞ പുഴയാ, അവിടുത്തെ പുഴ തേനിൻ്റെതാണ്, പാലിൻ്റെതാണ്, ഉറുമ്പ് വന്നിട്ട് ജീവിക്കാൻ പറ്റുമെന്നാണ് ഒരു സ്വാമിജിയുടെ പ്രസംഗം. എല്ലാ മതാധ്യക്ഷന്മാരെയും മാനിക്കേണ്ട വിധം മാനിച്ചു, ബഹുമാനിക്കേണ്ട വിധം ബഹുമാനിച്ചു കൊണ്ട് തന്നെ പറയട്ടെ, അപ്പറഞ്ഞത് പരമാബദ്ധമാണ്. നമ്മുടെ നാട്ടിലുള്ള തേനിനെയും പാലിനെയും കുറിച്ച്, ഇത്തിരി തേന് ഇറ്റിച്ചാൽ അവിടെ ഉറുമ്പ് വരുന്നതിനെ കുറിച്ചൊക്കെ ആലോചിച്ച് പടച്ച റബ്ബിന്റെ എല്ലാവിധ സംവിധാനങ്ങളുടെയും സൗഖ്യങ്ങളുടെയും ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും ഭൂമികയായ വേദിയായ സ്വർഗത്തെ വിലയിരുത്തിയാൽ എങ്ങനെയാണ്? തേനിന്റെ അരുവി ഒഴുകുമ്പോ ആകെ ഉറുമ്പായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് ഒരു പോയത്തക്കാരൻ ചോദിക്കുകയാണ്. എന്താണ് ഇസ്ലാമിന്റെ സ്വർഗം എന്നതിനെ കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ട്. പക്ഷെ ഇത് ഇസ്ലാം മാത്രം നേരിടേണ്ടതാണ്. സ്വർഗത്തെ കുറിച്ച് പ്രചോദിപ്പിച്ചു, നരകത്തെ കുറിച്ച് പേടിപ്പിച്ചു എന്നൊരു വിമർശനം ഇസ്ലാം മാത്രം നേരിടേണ്ടതാണോ? ഞാൻ ആദ്യം പറഞ്ഞു, ഇസ്ലാം അത് നേരിടുന്നത് അഭിമാനാണ്, അതിലൊരു മോശമില്ല. ഇനി അതൊരു മോശമാണെന്ന് സങ്കല്പിക്കുക, അത് നമ്മൾ മാത്രം നേരിടേണ്ടതാണോ? അല്ല. മതമെല്ലാം ഈ ഒരു പരലോകത്തെ കുറിച്ച് പറഞ്ഞു. മതമെല്ലാം പരലോകത്തെ കുറിച്ച് പറഞ്ഞു. അത് സെമിറ്റിക് മതങ്ങൾ ധാരാളമായി പറഞ്ഞു. സെമിറ്റിക് മതങ്ങളുടെ തിരുത്തപ്പെട്ട രൂപമാകുന്ന ഇന്നത്തെ ക്രൈസ്തവതയും ഇന്നത്തെ ജൂതമതവും ധാരാളമായി സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു. സ്വർഗരാജ്യം അവകാശമാക്കാനുള്ള എത്ര അപ്രായോഗിക നിയമങ്ങൾ പോലും അവർ പറയുന്നു. ഞാൻ വിശദീകരിക്കല്ല. ദൈവരാജ്യം അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്നും ചോദിച്ച് യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് ഒരു ജൂതൻ ചെല്ലുന്നുണ്ട്. അദ്ദേഹം കുറച്ച് പൊതു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് ആ ജൂതൻ പറഞ്ഞു, ഇതൊക്കെ ഞാൻ നേരത്തെ ചെയ്യുന്നതാണ്, ഇതല്ലാതെ ഞാൻ എന്ത് ചെയ്യണം? ആ സമയത്ത് യേശുക്രിസ്തു പറഞ്ഞു കൊടുക്കുന്നത്, നിന്റെ സമ്പത്തെല്ലാം ദാനം ചെയ്ത് ദരിദ്രനായി എന്നെ അനുഗമിക്കുക എന്നാണ്. അദ്ദേഹം ഇറങ്ങിപ്പോയി. അദ്ദേഹത്തിന് അതിൽ താല്പര്യമില്ലായിരുന്നു. ബൈബിൾ തുടർന്ന് പറയുന്നു, വലിയ സമ്പന്നനായിരുന്നു, ഇതെല്ലാം കൂടെ ദാനം ചെയ്യാൻ അയാൾക്ക് ഇഷ്ടമായില്ല. അദ്ദേഹത്തെ ചൂണ്ടിക്കൊണ്ട് യേശു എന്ന മഹാഗുരു പറഞ്ഞു എന്ന് ബൈബിൾ പറയുന്നു, സ്വർഗരാജ്യം സമ്പന്നർക്ക് നിഷിദ്ധം. അവർ സ്വർഗത്തിൽ കയറുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിത്തുളയിലൂടെ പ്രവേശിക്കുന്നത് അത്രേ. അപ്പൊ സ്വർഗമെന്ന പ്രചോദനം സെമിറ്റിക് മതങ്ങളിൽ നിരവധിയായുണ്ട്. സ്വർഗത്തിൽ അബ്രഹാം പിതാവിനോടൊപ്പം ജീവിക്കുന്നതിനെ കുറിച്ച് ബൈബിൾ ഇടയ്ക്കിടെ പറയുന്നുണ്ട്. സ്വർഗത്തിന്റെ വിശേഷണങ്ങളുണ്ട്. സ്വർഗത്തിൽ പോകാൻ വേണ്ടി തെറ്റ് ചെയ്യാൻ കാരണമാകുന്ന കണ്ണ് ചുഴിന്നു കളയണമെന്നുണ്ട്. തെറ്റ് ചെയ്യാൻ കണ്ണ് കാരണമാകുന്നെങ്കിൽ കണ്ണ് ചുഴിന്നു കളയണം. പരസ്ത്രീയുമായി ലൈംഗിക ബന്ധം പാടില്ലെന്ന് നിനക്കറിയാമല്ലോ യേശു പറയാണ്. എന്നാൽ ഞാൻ പറയട്ടെ, അന്യസ്ത്രീയെ ആസക്തിയോടുകൂടെ നോക്കുന്നത് കണ്ണിന്റെ വ്യഭിചാരം. തെറ്റ് ചെയ്യാൻ നിന്റെ കണ്ണ് കാരണമാകുന്നെങ്കിൽ ആ കണ്ണ് ചുഴിന്നു കളയണം. എന്താ പ്രശ്നം? അവിടെയാണ് എന്റെ പോയിന്റ്. 2 കണ്ണുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ ഭേദം ഒറ്റക്കണ്ണനായി സ്വർഗത്തിലെത്തുന്നതത്രേ.
അപ്പൊ സ്വർഗം പറഞ്ഞു പ്രചോദിപ്പിച്ചു, നരകം പറഞ്ഞ് മനുഷ്യനെ തിന്മയിൽ നിന്ന് മാറ്റി നിർത്തി. ഇസ്ലാം കോപ്പയാണ് എന്നുള്ള വിമർശനം ഇസ്ലാമിനെ മാത്രം ബാധിക്കുന്നതാണോ? തെറ്റ് ചെയ്യാൻ കണ്ണുകൊണ്ടുള്ള തെറ്റ് എന്ന് പറഞ്ഞാൽ അന്യപെണ്ണിനെ നോക്കൽ, അതിന് കണ്ണ് കാരണമാകുന്നെങ്കിൽ അത് ചുഴ്ന്നു കളയണം. 2 കണ്ണുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഒറ്റക്കണ്ണനായി സ്വർഗത്തിൽ പോകുന്നതാണ് എന്ന്. ഈജിപ്തിലുള്ള അതിപുരാതനമായ ദൈവവിശ്വാസത്തെ കുറിച്ചുള്ള പഠനമുണ്ട്. ഈജിപ്തോളജി വികസിച്ചതിനു ശേഷം അവർ പരലോകത്തെ വിശ്വസിച്ചിരുന്നു. മമ്മികളാക്കി അവർ ശവങ്ങൾ അടക്കം ചെയ്യുമ്പോൾ അടുത്ത ലോകത്തെ ജീവിതത്തിന് വേണ്ടി വിളക്ക് വെച്ചിരുന്നു, ഭക്ഷണം വെച്ചിരുന്നു, വെള്ളം വെച്ചിരുന്നു, ആഭരണങ്ങൾ ഉണ്ടായിരുന്നു, ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ തീർന്നില്ല. മരിച്ചു പോയാൽ പിന്നൊരു ജീവിതമുണ്ട്, അവിടെ ആയുധം വേണമെന്നവർ വിശ്വസിച്ചു, ആഭരണം വേണമെന്നവർ വിശ്വസിച്ചു. അതിനുവേണ്ടി അടക്കം ചെയ്യുമ്പോൾ ഇതെല്ലാം അവർ ഖബറിൽ സംവിധാനിച്ചു. അതേക്കുറിച്ചുള്ള പ്രത്യേക പഠനങ്ങളുണ്ട്. ഈ കഴിഞ്ഞ ഷാർജ ബുക്ക് ഫെയറിൽ നിന്ന് വലിയ തടിച്ചൊരു പുസ്തകം ഇത് സംബന്ധമായി ഒരു കിതാബ്, പുതിയൊരു ഈജിപ്ഷ്യൻ കിതാബ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. വായിച്ചു നോക്കാൻ പറ്റിയിട്ടില്ല മുഴുവനായിട്ട്. അപ്പൊ ആരാണ് ഈ പരലോകത്തെ കുറിച്ച് പറയാത്തത്? നമ്മുടെ നാട്ടിലുള്ള സനാതന ധർമ്മം എന്ന പേരിൽ അറിയപ്പെടുന്ന ഹൈന്ദവ ദർശനങ്ങൾ എത്ര മനോഹരമായി പരലോകത്തെ കുറിച്ച് പറഞ്ഞു. തെറ്റ് ചെയ്യുന്നവൻ പോകുന്ന നരകങ്ങളെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ ശ്രീദേവി ഭാഗവതത്തിൽ 27 നരകത്തെ കുറിച്ച് പറയുന്നുണ്ട്. മാതാവിനെ അവഗണിക്കുന്നവർക്ക്, പിതാവിനെ അവഗണിക്കുന്നവർക്ക്, ലൈംഗികമായി അവിശുദ്ധി പുലർത്തുന്നവർക്ക് ഒക്കെ വേറെ വേറെ നരകത്തെ കുറിച്ച് പറയുന്നുണ്ട്. സ്വാമിമാര് പരിശുദ്ധ ഖുർആനിലെ സ്വർഗത്തെ വിമർശിക്കുമ്പോൾ സ്വന്തം ഗ്രന്ഥങ്ങളിലെ സ്വർഗം നരകത്തെ കുറിച്ച് ബോധപൂർവം മറച്ചു പിടിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു കാപട്യം? സ്വർഗത്തെ കുറിച്ച് നരകത്തെ കുറിച്ച് പറയുമ്പോൾ അതൊരു മോശമാണെന്ന് തോന്നി. പുതിയ കാലത്ത് ലിബറലിസം അല്ലെങ്കിൽ ഈ തെറിച്ച ജീവിതം വല്ലാതെ സ്വാധീനിക്കുമ്പോൾ സ്വന്തം മതദർശനങ്ങൾ പോലും എടുത്തു മാറ്റിയിട്ട് ന്യായീകരിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യം എന്താണ്? ഇസ്ലാം അത് അങ്ങനൊക്കെ തന്നെ പറയുന്നു. ഈ സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് ആർക്കെങ്കിലും അശ്ലീലായിട്ട് തോന്നുന്നുവെങ്കിൽ ചിന്ത തിരുത്തണം എന്ന് പറയാനേ പറ്റൂ. ആലോചിച്ച് നോക്കുക. ഹൈന്ദവ ദർശനങ്ങളിലെ ഓരോ ഗ്രന്ഥവും നമ്മൾ പരിശോധിക്കുക. വളരെ വിശാലമായ രീതിയിൽ സ്വർഗത്തെക്കുറിച്ച് പറയുന്ന കഠോപനിഷത്തിലെ 1-ാം അധ്യായത്തിലെ 1-ാം കാണ്ഡത്തിലെ 12-ാമത്തെ വചനം, സ്വർഗേ ലോകേ എന്ന ഭയം കിഞ്ചനാസ്തി. സ്വർഗലോകത്തിൽ ഒരു ഭയം ഉണ്ടാവൂല. ന തത്രത്വം ജരയാഭിഭേദി. ജര നര വരുന്നതിനെ ഭേദിച്ചുകൊണ്ടവൻ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കും. സ്വർഗലോകത്തിലെത്തിയ പിന്നെ ഒരുത്തനും നര ബാധിക്കൂല, അവന് ക്ഷീണം ഉണ്ടാവൂല. ഉഭയ തീർത്ഥാശനായ എന്നും പറഞ്ഞ് പിപാസെ, അവന് വിശപ്പില്ല, അവന് ദാഹമില്ല. ശോകാധികോ മോദതേ സ്വർഗലോകെ, ഒരു ശോകവും ദുഃഖവും ഇല്ലാതെ സ്വർഗലോകത്തിൽ അവൻ ജീവിച്ചു കൊണ്ടിരിക്കും എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. ആലോചിച്ച് നോക്കുക നിങ്ങൾ. ഇത് മൂടി വെച്ചുകൊണ്ട് സ്വർഗം ഖുർആനിലുള്ളതാണ് അയ്യേന്ന് പറയേണ്ട ആവശ്യം എന്താണ്? നരകത്തെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നത് കാണാം. അനേകചിത്ത വിഭ്രാന്ത മോഹജാല സമാവൃത പ്രസക്താഹ കാമഭോഗേഷു പതന്തി നരകേഷു ജോ. കാമം, ഭോഗം, ദുർചിന്തകളുമായിട്ടൊക്കെ ജീവിക്കുന്ന ആളുകൾ തീരെ വൃത്തിയില്ലാത്ത നരകത്തിൽ പതിക്കുക തന്നെ ചെയ്യും. പതന്തി നരകേഷു ജോ, തീരെ ശുചിത്വമില്ലാത്ത നരകത്തിൽ. ശ്രീമദ് ഭഗവത്ഗീതയുടെ 16-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. നിത്യമായി നരകത്തിൽ വസിക്കും. അതൊരു വിമർശനാണ്. നിത്യമായി വസിക്കുക എന്താ? അതിനൊരു അർത്ഥമല്ലല്ലോ എന്ന് പറയാണ്. നിത്യമായി നരകത്തിൽ വസിക്കും. 1-ാം അധ്യായം ഭഗവത്ഗീതയുടെ 40-ാമത്തെ വാക്യത്തിൽ അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, ഉത്സന്ന കുലധർമാണ മനുഷ്യാണാം ജനാർദ്ദന നിയതയ നരകേ വാസോ ഭവതി ഇത്യനു ശുശ്രൂമ. മനുഷ്യധർമ്മം പാലിക്കാതെ ജീവിക്കുന്നവർ നിത്യമായി നരകത്തിൽ പതിക്കുമെന്ന് ഞാൻ കേൾക്കുന്നുവല്ലോ, അത് ശരിയാണോ ജനാർദ്ദന? അദ്ദേഹം അതേന്നാണ് പറയുന്നത്, അല്ലാതെ ഇന്നുള്ള ചില സ്വാമിമാര് പറയുന്നത് പോലെ അയ്യേന്നല്ല. ഞാൻ ആ ഒരു ഭാഗം വിശദീകരിച്ച് മുന്നോട്ട് പോവല്ല. പരിശുദ്ധ ഖുർആനിലെ സ്വർഗത്തെയും നരകത്തെയും വളരെ മോശമായി അവതരിപ്പിച്ച് അതൊരു അശ്ലീലാണെന്ന് വരുത്താൻ എല്ലാവരും കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. സ്വന്തം ദർശനങ്ങൾ അറിയാതെ, പഠിക്കാതെ, ഉൾക്കൊള്ളാതെ, മനസ്സിലാക്കാതെ.
ഇതാണ് ഞാൻ പറഞ്ഞത്. മതങ്ങളെല്ലാം ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഹൈന്ദവ ദർശനത്തിലൊക്കെ ഇപ്പൊ സ്വർഗനരക വിശ്വാസമൊക്കെ മാറിയിട്ട് ഇവിടെ തന്നെ പുനർജന്മം വരുമെന്നൊരു വിശ്വാസത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് മതവിരുദ്ധമാണെന്നതിൽ ഒരു തർക്കമില്ല. അത് ജാതീയതയുടെ കാലത്ത് ജാതിയെ ഉറപ്പിക്കാനുള്ള ചില കോപ്രായങ്ങളുടെ ഭാഗമാണെന്നുള്ളതിലും തർക്കമില്ല. നമ്മുടെ വിഷയത്തിന്റെ ഒരു പ്രധാന ഭാഗമല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ദൈവമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന കൃഷ്ണനെ കൊണ്ട് തന്നെ ജാതി സൃഷ്ടിച്ചത് നാമാണെന്ന് പറയിപ്പിച്ചാൽ ജാതിയുടെ ആനുകൂല്യം പറ്റി ജീവിക്കുന്ന വലിയ ഉന്നതന്മാരാകുന്ന ബ്രാഹ്മണന്മാർക്ക് ജീവിതം സുഖസന്തോഷമാകും. അതുകൊണ്ട് സൃഷ്ടിച്ചെടുത്ത പിൽക്കാല ദർശനമാണത്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ചാതുർവർണ്ണ്യം നാമാണ് സൃഷ്ടിച്ചത് എന്ന് ദൈവം തന്നെ പറഞ്ഞു എന്ന് വന്നാൽ അതുകൊണ്ട് കുറെ ഗുണങ്ങൾ കിട്ടും. പറഞ്ഞല്ലോ, അങ്ങോട്ട് വിസ്തരിച്ചു പ്രവേശിക്കേണ്ട കാര്യം നമുക്ക് ഈ ഒരു വിഷയത്തിലില്ല. പരിശുദ്ധ ഇസ്ലാം സ്വർഗത്തെക്കുറിച്ച് വൃത്തിയിൽ പഠിപ്പിക്കുന്നു, നരകത്തെക്കുറിച്ചും കൃത്യമായി പഠിപ്പിക്കുന്നു. സ്വർഗം ഈ ലോകത്ത് സനാതനമായ മൂല്യങ്ങൾ പാലിച്ച് ജീവിക്കുന്നവർക്ക് ലഭ്യമാകുമെന്ന് പറയുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വിശ്വാസം മുന്നിൽ വെക്കുന്ന ഒരു മനുഷ്യന് ഒരിക്കലും മതപ്പതിക്കാൻ കഴിയാതെ വരുന്നു. അവൻ എല്ലാ ധർമ്മവും പാലിക്കുന്നു. അവന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നു. ഭാര്യയെയും മക്കളെയും സംരക്ഷിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു. രാവിലെ എഴുന്നേറ്റ് അത് കഠിനമായ ജോലിക്ക് പോകുന്ന ഒരു മനുഷ്യനെ അവൻ അവസാനം കിട്ടുന്ന ജോലിയുടെ അന്ത്യത്തിൽ കിട്ടുന്ന കൂലി പ്രചോദിപ്പിക്കുന്നത് പോലെ ജീവിതത്തിൽ ധർമ്മനിഷ്ഠനായി ജീവിക്കാൻ സ്വർഗവും നരകവും പരലോക വിശ്വാസവും മനുഷ്യനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആർക്കാണ് സ്വർഗം കിട്ടുക? തിൽക്കദ്ദാറുൽ ആഖിറ, ആ ഒരു സ്വർഗീയമായ ഭവനം നാം നിർമ്മിച്ചു വച്ചിരിക്കുന്നു. ലില്ലദീന ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർദ്, ഭൂമിയിൽ അഹന്ത കാണിക്കാതെ ജീവിക്കുന്നവർക്ക്. എന്തൊരു മനോഹരമായ ആദർശം! അഹന്ത കാണിക്കുമ്പോൾ മറ്റുള്ളവനെ മാനിക്കാൻ കഴിയാതെ വരുന്നു. ഞാനെന്ന മഹാൻ എന്ന ബോധത്തിലേക്ക് ഒരു മനുഷ്യൻ ഉയർന്നു ചെന്നാൽ പിന്നെ ബാക്കിയുള്ളവരൊക്കെ അവന്റെ മുമ്പിൽ കേവലം പുഴുക്കൾക്ക് സമാനമാകുന്നു, പുച്ഛിച്ച് ജീവിക്കുന്നു. ഖുർആൻ സ്വർഗം തയ്യാറാക്കി വെച്ച് അങ്ങോട്ട് പോകുന്ന ആളുകളെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമതായി പറയുന്ന ഈ ഒരു അഹന്തയുടെ കാര്യമാണ്. ഭൂമിയിൽ അഹങ്കാരം കാണിച്ച് ജീവിക്കാത്തവർ. അങ്ങനെ വരുമ്പോ ഈ ഒരൊറ്റ വാക്കുകൊണ്ട് ചിന്തിച്ചു നോക്കൂ. നമ്മൾ അയൽവാസിയെ പരിഗണിക്കേണ്ടി വരും, നമ്മുടെ ബന്ധുമിത്രാദികളെ പരിഗണിക്കേണ്ടി വരും, പാവങ്ങളെ നമ്മൾ വേണ്ട വിധം സംരക്ഷിക്കേണ്ടി വരും, നമ്മുടെ സമ്പത്ത് നമ്മുടേത് മാത്രമല്ലെന്ന ബോധത്തിലേക്ക് ഉയരും. കൃത്യമായി സമ്പത്തിന്റെ മതം പറഞ്ഞ നിയമങ്ങൾ അവൻ പാലിക്കും. അവന്റെ ജീവിതത്തിൽ മിതത്വമുണ്ടാകും. അവന്റെ സംസാരം നിർമ്മലമായിരിക്കും. ഗൗരവത്ത് പറയില്ല, ധിക്കാരം പറയില്ല. കാരണം സ്വർഗം അല്ലാഹു തയ്യാറാക്കി വെച്ചത് നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദ. നാം പറയുന്നത് മാത്രം ശരിയെന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട്. അത് അഹങ്കാരത്തിന്റെ ഒരു മൂർത്തമായ രൂപമാണ്. ഇപ്പൊ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 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 വീഡിയോ നമുക്ക് കാണാൻ പറ്റും. വാളെടുത്തവൻ വെളിച്ചപ്പാട് എന്ന് പറയുന്നത് പോലെ വാപൊളിച്ചവൻ വ്ളോഗർ എന്നതാണ് പുതിയ ആപ്തവാക്യം. അങ്ങനെ തനിക്ക് തോന്നണ എല്ലാത്തിനെയും കുറിച്ച് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്ളോഗർ ഉണ്ട്, പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അദ്ദേഹം ഈയിടെ ഇറക്കിയ ഒരു സംഗതി, കുറച്ച് മുത്താലിമീങ്ങൾ കലണ്ടർ വിൽക്കാൻ പോകുന്നതിന്റെ ഫോട്ടോ വീഡിയോ, പിന്നെ ഏതോ ഒരു മുതാലിമീങ്ങളെ തീരെ മാനിക്കാത്ത മനുഷ്യൻ അവരോട് കുതർക്കം നടത്തുന്നതിന്റെ ഒരു ഓഡിയോയും, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് അദ്ദേഹം പറയാൻ, എന്തൊരു മോശമാണ് ഈ കുട്ടികൾ കലണ്ടർ വിൽക്കാൻ പോകുന്നത്, അവരെ പറഞ്ഞയക്കുന്ന ഉസ്താദുമാർക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലേ, എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ്, ഇത്ര അശ്ലീലം വേറൊന്നുമില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നത്. എല്ലാ മുതാലിമീങ്ങളും കലണ്ടർ വിൽക്കാൻ നടക്കണമെന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല വ്യക്തിപരമായിട്ട്. എന്നാലും ആ ഒരു സംസ്കാരം എന്തിനാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്? അതിന്റെ കീഴിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട്, നമ്മളത് അവഗണിക്കാൻ പാടില്ലല്ലോ. ഒരു സ്ഥാപനക്കാരൻ കലണ്ടർ വിൽക്കുന്നത് കേവലം ഒരു 30 രൂപ കിട്ടാനല്ല, ഏകദേശം അത്രയൊക്കെ അത് പ്രിന്റിങ്ങിന് ആവശ്യം വരുന്നുണ്ട്. പിന്നെന്തിനാണ് ഈ കലണ്ടർ അവിടെ തൂങ്ങിക്കിടക്കണം? അതുകൊണ്ട് ആ സ്ഥാപനത്തിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാകും. പലപ്പോഴും സംഭാവനകൾ കിട്ടും. ഈ സംഭാവനകൾ അത്ര മോശം പരിപാടിയൊന്നുമല്ല.
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഭാഷണം നടത്തുന്നു. മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു മുണ്ടിന്റെ ഒരറ്റം തോളിലിട്ട് മറ്റേ അറ്റം ഇങ്ങനെ കൈകൊണ്ട് പൊക്കിപ്പിടിച്ചിട്ട് സഹാബാക്കൾക്കിടയിലൂടെ പിരിവ് നടത്തുന്നു. ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ ഉദ്ഭവം അങ്ങനെയാണ്. ഇസ്ലാമിന്റെ വികാസം തുടങ്ങിയത് അങ്ങനെയൊക്കെ തന്നെയാണ്. ഹബീബായ നബി തങ്ങൾ മിഹ്റാബിൽ കയറുന്നു, ഓരോ സ്റ്റെപ്പിലും സംഭാവന ചോദിക്കുന്നു. ഓരോ സഹാബിവര്യന്മാർ അവരെ കൊണ്ടാകും വിധത്തിലുള്ള സംഭാവനകൾ നൽകുന്നു. ഇന്നൊക്കെ നമ്മുടെ കേരളത്തിലെ മൊത്തം ജ്വല്ലറികളിലുള്ള സമ്പത്ത്, സ്വർണം എല്ലാം കൂട്ടിവെച്ചാലും സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ സ്വർണത്തിന് തുല്യമാകില്ലായിരുന്നു. അതെല്ലാം ബഹുമാനപ്പെട്ടവർ പരിശുദ്ധ ദീനിന്റെ പ്രചാരണ പ്രബോധനത്തിന് വേണ്ടി സംഭാവന ചെയ്യുന്നു. ഈ സംഭാവന ചോദിക്കലും ദീനീപരമായ കാര്യങ്ങൾക്ക് സംഭാവന കൊടുക്കലും അത്ര മോശം പ്രവണത ഒന്നുമല്ല. ഞാനീ പറയുന്ന വ്ളോഗർ അയാൾക്ക് ശരി എന്നത് മാത്രം മുന്നിൽ വെച്ച് അദ്ദേഹം പറയാണ്, ഇങ്ങനെ പിരിവ് നടത്തിയിട്ട് സ്ഥാപനം നടത്തേണ്ട കാര്യമില്ല. സ്ഥാപനം നടത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവരൊക്കെ വിചാരിക്കുന്ന പോലെയുള്ള ഒരു ഇസ്ലാം കേരളത്തിൽ രൂപപ്പെടും. അവരൊക്കെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. അപ്പൊ സംഭാവന പിരിക്കുക എന്നും പറഞ്ഞിട്ട് വലിയ രീതിയിൽ ആക്ഷേപിക്കുക, ഇത് എല്ലാവരുടെ ഇടയിലും പ്രചരിപ്പിക്കുക. എന്നിട്ട് അദ്ദേഹം ഒരു നിർദ്ദേശം കൊടുക്കുക, ഇങ്ങനത്തെ മുത്തഅല്ലിമ് വരുമ്പോൾ ഒരാളും കലണ്ടർ മേടിക്കരുത്, ആ കുട്ടിയുടെ അക്കൗണ്ട് നമ്പർ മേടിച്ചിട്ട് വീട്ടിലേക്ക് അയച്ചു കൊടുക്കണം എന്ന്. ഞാൻ പറയണത് ഈ അഹങ്കാരത്തിന്റെ ചില രൂപങ്ങളെ കുറിച്ചാണ്. ഈ കലണ്ടർ അവിടെ തൂങ്ങിക്കിടക്കുമ്പോ ജ്വല്ലറിക്കാരന്റെ അർദ്ധനഗ്നയാകുന്ന പെണ്ണിനെ വെച്ചുള്ള കലണ്ടർ മാറാനുള്ള സംവിധാനം ഉണ്ടാകുന്നു. പിന്നെ ഈ കുട്ടിയോട് കുതർക്കം നടത്തുന്ന ഒരു വോയിസ് അദ്ദേഹം പിന്നീട് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിൽ തന്നെ ഈ വോയിസിനെ കുട്ടി പ്രതിരോധിക്കുമ്പോ ഒരു നല്ല പ്രബോധകൻ രൂപപ്പെടുന്നു. ഇന്നുള്ള കുട്ടികളുടെ പ്രശ്നം എന്താണ്? അന്തർമുഖരാകുന്നു എന്നതാണ്, സമൂഹത്തോട് ബന്ധമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആത്മഹത്യ കൂടുന്നത് എന്ന പഠനങ്ങളൊന്നും ഞാൻ തൽക്കാലം ഉദ്ധരിക്കുന്നില്ല. എന്ത് സംഭവിക്കുന്നു? ഈ കുട്ടിക്ക് സമൂഹത്തോടുള്ള ബന്ധം വരുന്നു. എങ്ങനെയാണ് സമൂഹത്തിന്റെ വിമർശനങ്ങളെ പ്രതിരോധിക്കേണ്ടതെന്ന ബോധം വരുന്നു. എങ്ങനെയാണ് നേതൃത്വ രംഗത്തേക്ക് ഉയരേണ്ടതെന്ന കുട്ടി പഠിക്കുന്നു. ഇതിന്റെയൊക്കെ പുറമെ നമ്മൾ മനസ്സിലാക്കുക, അദ്ദേഹം പറയുന്നുണ്ട് രാഷ്ട്രീയക്കാർ പരിപാടി നടത്തുന്നവരുടെ അവകാശമാണ് എന്ന്. അതിന്റെ പുറമെ അത് വിദ്യാർത്ഥികളല്ല എന്ന്. രാഷ്ട്രീയക്കാർക്ക് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ട്, അവര് പിരിവെടുത്താറുണ്ട്, അത് അദ്ദേഹം കണ്ടിട്ടേയില്ല. പിന്നെ രാഷ്ട്രീയക്കാർ പിരിവെടുത്തുന്നത് അവകാശമാണെന്ന് ആര് പറഞ്ഞു? ഓരോരുത്തരും അവർക്ക് തോന്നും വിധത്തിൽ പുതിയ പുതിയ ദീന് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി അദ്ദേഹത്തിന് കൃത്യമായി ഒരാളൊരു മുത്തഅല്ലിമീങ്ങൾ പിരിവിന് പോകുന്ന വീഡിയോ അയച്ചു കൊടുത്തു. അതേ പ്രകാരം ഒരാള് തർക്കം നടത്തുന്ന ഓഡിയോയും അയച്ചു കൊടുത്തു. ആലോചിച്ച് നോക്കുക, ഒക്കെ യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതാണ്. ഒരു ഓഡിയോ കിട്ടി. സാധാരണഗതിയിൽ ഒരു വിൽപ്പനക്ക് ഒരാൾ വരുന്ന സമയത്ത് ആരെങ്കിലും സംസാരങ്ങൾ വീഡിയോ പിടിപ്പിക്കാറുണ്ടോ, ഓഡിയോ പിടിപ്പിക്കാറുണ്ടോ? ഇല്ല. ഇതങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് എന്നതൊക്കെ ആളുകൾ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു കൃത്രിമത്വം അതിലില്ല, നമ്മളത് വിചാരിക്കുകയും വേണ്ട. മുത്തഅല്ലിം പിരിവിന് പോകുകയല്ല, സത്യത്തിൽ അവൻ കലണ്ടർ വിൽക്കുകയാണ്. ആവശ്യമുള്ളവന് വാങ്ങാം, ആവശ്യമില്ലാത്തവന് വേണ്ടെന്ന് പറയാം. പക്ഷേ ഈ ഒരൊറ്റ കാര്യം വെച്ച് മതത്തിന്റെ പണ്ഡിതന്മാർ നടത്തുന്നത് മൊത്തം വൃത്തികേടാണെന്ന് പറയാൻ ആരുണ്ട് അവകാശം നൽകുന്നു? ഞാന് വേണ്ടാത്തത് പറയല്ല, നമ്മൾ ആലോചിച്ച് നോക്കുക. ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദ. ഭൂമിയിൽ അഹങ്കാരം നടിച്ച് ജീവിക്കാത്തവർക്കാണ് പരലോകത്ത് സ്വർഗമുള്ളത്. ഇതെല്ലാവരും മനസ്സിലാക്കണം. ഞാൻ കരുതുന്നത് മാത്രം, അതല്ലാത്തത് ആര് എന്തൊക്കെ രീതിയിൽ ചെയ്താലും എല്ലാം തെറ്റെന്നുള്ള രീതിയിലേക്കുള്ള ചിന്ത മാറണം. വലാ ഫസാദ, ഭൂമിയിൽ ഫസാദും ആഗ്രഹിക്കാത്തവർ. ഫസാദ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? മനുഷ്യന് ഉപദ്രവം ഉണ്ടാവുന്ന എല്ലാം ഫസാദാണ്. ലോകത്തിന് ഉപദ്രവം ഉണ്ടാകുന്നതെല്ലാം ഫസാദാണ്. ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, ദഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് അയ്ദിൻ നാസ്. ജനങ്ങളുടെ പ്രവർത്തന ഫലമായി ദുനിയാവിൽ വലിയ ഫസാദുകൾ രൂപപ്പെട്ടിരിക്കുന്നു. മനുഷ്യനും പ്രകൃതിക്കും മറ്റ് ജന്തുജാലങ്ങൾക്കും ഉപദ്രവം ഉണ്ടാവുന്നതൊക്കെ ഫസാദാണ്. ഈ ഫസാദ് കാണിക്കാത്തവർക്കാണ് സ്വർഗമെന്ന് അള്ളാഹു പറയുമ്പോൾ ഒരു മനുഷ്യൻ എത്ര മാന്യനാവും, എത്ര മര്യാദക്കാരനാകും. ഈ ഫസാദ് ഉദ്ദേശിക്കാത്തവർക്കാണ് സ്വർഗം എന്ന് പറയുമ്പോൾ അവനൊരു പ്രകൃതിയെ പോലും ദ്രോഹിക്കാത്തവനായി മാറും. അവന്റെ മുന്നിൽ, അവന്റെ ജീവിതത്തിൽ, അവനുമായുള്ള ബന്ധത്തിൽ എല്ലാവരും സുരക്ഷിതരാകും. ഇതിനാ ഖുർആൻ സ്വർഗത്തെ കുറിച്ച് പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
സ്വർഗത്തിന്റെ വിശേഷണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അവിടെ എല്ലാവിധ സന്തോഷങ്ങളും ഉണ്ടാകും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഹബീബായ നബിതങ്ങൾ പറഞ്ഞു, ഒരു കണ്ണും കാണാത്ത അനുഗ്രഹങ്ങൾ, ഒരു ചെവി കൊണ്ടും കേൾക്കാത്ത വിധം മനോഹരമായ ശബ്ദങ്ങൾ, ഒരാളും പറയാത്ത വാക്കുകൾ, ഒരാളും ടേസ്റ്റ് ചെയ്യാത്ത അനുഭൂതികൾ, ഇതുവരെ ആരും കഴിക്കാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ. അപ്പോഴേ സ്വർഗത്തിനൊരർത്ഥമുള്ളൂ. പിന്നെ മനുഷ്യൻ എന്ന രീതിയിൽ സ്വാഭാവികമാണ് അവന്റെ സെക്സ്, അവന്റെ ലൈംഗിക ജീവിതം. അതിന്റെ സ്വർഗത്തിനും സംവിധാനം ഉണ്ടാവണം, അല്ലെങ്കിൽ സ്വർഗത്തുകം വരണ്ടു പോകും. അത് ആണിന് മാത്രമാണോ? ഒരിക്കലുമല്ല. ആണിന്റെ സമാസമം പെണ്ണിനും ലഭ്യമാണ് ധർമ്മനിഷ്ഠമായ രീതിയിൽ. എന്നിട്ട് പറയാം സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു വ്യഭിചാരശാലയാണ് എന്ന്. സ്വർഗം വ്യഭിചാരശാലയല്ല. ഇതാരാ പറയുന്നത്? ലോകത്ത് മൊത്തം വ്യഭിചാരശാലകൾ വ്യാപിപ്പിക്കണമെന്ന് ആരും ഒരു ബന്ധനവും ഇല്ലാത്ത വിധം ഇഷ്ടപ്പെട്ടവരോടൊക്കെയും സെക്സ് നടത്തണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാ പറയുന്നത് ഇസ്ലാമിലെ സ്വർഗം ഒരു വ്യഭിചാരശാലയാണ്. സ്വർഗം വ്യഭിചാരശാലയാണെന്നല്ല ഖുർആൻ പറയണത്. നേരെ മറിച്ച് മനുഷ്യൻ എന്ന രീതിയിൽ മനുഷ്യന്റെ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു പ്രത്യേകമായ വിശേഷണമാണ് അവന്റെ ലൈംഗിക ജീവിതം. അതിന് സ്വർഗത്തിൽ സംവിധാനം ഉണ്ടാകും. അത് മാത്രമല്ല, തീറ്റും കുടിയൊക്കെ ഉണ്ട്, എല്ലാ സംഗതിയും റെഡിയാണ്. അത് മാത്രമല്ലെങ്കിൽ സ്വർഗം വരണ്ടു പോകും. മദ്യത്തിന്റെ കാര്യമൊക്കെ അങ്ങനെ തന്നെയാണ്. സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം കുടിച്ച് പൂശായി ബോധം കെട്ട് മുണ്ടൊക്കെ നീങ്ങി കിടക്കുന്ന ഏതോ ഒരു ക്ലബിന്റെ ഏതോ ഒരു ബാറിന്റെ മുൻവശമാണെന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട്, ലാ ഫീഹാ ഖൗലുൻ, സ്വർഗത്തിലെ മദ്യത്തിൽ ഈ പറഞ്ഞ ദുസ്വഭാവങ്ങളൊന്നുമില്ല. പിന്നെ അതൊരു ജ്യൂസായിരിക്കോ? ഇല്ല. മദ്യം കൊണ്ട് ദുനിയാവിൽ ഒരു മനുഷ്യൻ എന്താണ് അർത്ഥമാക്കുന്നത്? അതിന്റെ മൂർത്തമായ ആനന്ദം അവന് ലഭ്യമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെയുള്ള വൃത്തികേടുകളൊന്നും ഉണ്ടാവില്ല. ലാ ഫീഹാ ഖൗലുൻ. സ്വർഗത്തിലെ മദ്യം കൊണ്ട് ഒരിക്കലും ഇതുപോലെയുള്ള, ഇപ്പൊ കള്ളു കുടിച്ചാൽ നമ്മൾ കാണുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, ഇതൊന്നും സ്വർഗത്തിലെ മദ്യത്തിനുണ്ടാവില്ല. പിന്നെ ഒരു ജ്യൂസ് കുടിക്കണ മാതിരി ആയിരിക്കോ? അതൊരിക്കലും അല്ലതാനും. പിന്നെ ഈ ദുന്യാവിൽ മദ്യം കൊണ്ട് ലഹരി കൊണ്ട് ആരെന്തർത്ഥമാക്കുന്നോ അതിന്റെ എല്ലാം മൂർത്തമായ രീതിയിലുള്ള ആനന്ദം, പരമമായ സന്തോഷം അവിടെ ലഭ്യമാണ് താനും. എന്തുകൊണ്ട്? വിശ്വാസി എല്ലാ പ്രചോദനങ്ങളും അവനെ തോപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും ഒരു തുള്ളി അകത്തേക്ക് എത്തിക്കാതെ സംരക്ഷിച്ചതാണ് അവന്റെ ജീവിതത്തിൽ മുഴുക്കയും. വിദ്യാർത്ഥി കാലം മുതൽ അവനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 2 ദിവസം മുന്നേ എന്നെ UAE-യിൽ നിന്നൊരു സഹോദരൻ പറഞ്ഞു, ഞാൻ വിദ്യാർത്ഥിയായ കാലത്ത് മെല്ലെ മെല്ലെ കൂട്ടുകാരുടെ സമ്മർദ്ദം കൊണ്ട് ടേസ്റ്റ് ചെയ്ത് തുടങ്ങിയതാണ്, ഇപ്പൊ എനിക്ക് ഒഴിവാക്കാൻ പറ്റണില്ല എന്ന്. ചില ഫംഗ്ഷനുകളൊക്കെ ഉണ്ടാവും, കുട്ടികളുടെ ബർത്ത്ഡേ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും. കുഞ്ഞു വിദ്യാർത്ഥിയല്ല, ഡിഗ്രിക്കും PG-ക്കും ഒക്കെ പഠിക്കുമ്പോ അതിൽ പോയാൽ ഇത്തിരിയൊക്കെ മിനിങ്ങേണ്ടി വരും. അന്ന് ശീലിച്ചു വന്നതാണ്, ഒഴിവാക്കാൻ പറ്റണില്ല എന്ന്. ആലോചിച്ച് നോക്കൂ, കൂട്ടുകാരുടെ ഫംഗ്ഷനിൽ പങ്കെടുക്കുമ്പോൾ എല്ലാവരും കള്ള് മോന്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് മാറി ഒരു പാവത്താനായി വിട്ടുനിന്ന ആ ഒരു വിദ്യാർത്ഥി, ആ ഒരു ചെറുപ്പക്കാരൻ, അവൻ അതിന്റെ അനുഭൂതി കിട്ടാതിരിക്കാൻ പറ്റൂല. അതിന്റെ സന്തോഷം അവന് സ്വർഗത്തിൽ അനുഭവിക്കാൻ പറ്റും. എല്ലാവരും പേക്കൂത്തുകളുമായി ജീവിച്ചപ്പോ, ക്യാമ്പസുകളെ മലിനമാക്കിയപ്പോ, ജോലിസ്ഥലങ്ങളെ വൃത്തികേടിന്റെ ഏറ്റവും കുഴപ്പം പിടിച്ച മേഖലയാക്കി മാറ്റിയപ്പോ, ആ പ്രചോദനങ്ങളെ എല്ലാം അതിജയിച്ചു മാറി നിന്നൊരു മനുഷ്യൻ, അള്ളാഹു പറഞ്ഞതുപോലെ, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ അവന്റെ ലൈംഗിക ഭാഗങ്ങളെ സംരക്ഷിച്ച ഒരു മനുഷ്യൻ, അവന് സന്തോഷം കിട്ടേണ്ടതുണ്ട്. സ്വർഗത്തിൽ അതിന് സംവിധാനമുണ്ട്. കളിക്കാൻ പറ്റുന്നവർക്ക് കളിക്കാൻ പറ്റും, ക്രിക്കറ്റ് വേണ്ടവർക്ക് അത് പറ്റും. അതാ അള്ളാഹു ഒറ്റ വാക്കിൽ പറഞ്ഞത്, ലഹും, അവർക്ക് ഉദ്ദേശിക്കുന്നതൊക്കെയുണ്ട് ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അടുത്ത്. ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം, ഉദ്ദേശിക്കുന്നതെല്ലാം ലഭിക്കും. അപ്പൊ ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ വിശദീകരിക്കേണ്ടതില്ല. പൊതുവെ പ്രകൃതിയുടെ ചില മനോഹാരിതകളുണ്ട്. കളകളാരവം ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികൾ, നല്ല പച്ച പിടിച്ചിട്ടുള്ള ലതാതിഥികൾ, പിന്നെ ചെറിയ ചെറിയ പൂക്കൾ, വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള നയന മനോഹരമായ കാഴ്ചകൾ. ഇത് ഖുർആൻ സ്വർഗത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നുണ്ട്. ഒരേ രീതിയിലുള്ള വാർപ്പും ആർദ്രകയല്ല സ്വർഗത്തിലുള്ളത്.
നമ്മളിപ്പോൾ ഗവൺമെന്റിന്റെ ഒക്കെ വക 100 വീടുകൾ സൃഷ്ടിക്കുന്നു എന്ന് സങ്കല്പിക്കുക. പല ദുരന്തബാധിതർക്കും അതിനൊരേ മാപ്പും ഒരേ പ്ലാനും ആണെങ്കിൽ ഒരൊറ്റൊന്ന് കണ്ടാൽ തന്നെ നമുക്ക് സംഗതി മനസ്സിലാവും. മറ്റേത് കാണാനുള്ള പ്രചോദനമേ ഉണ്ടാവില്ല. അതുകൊണ്ട് സ്വർഗത്തിലെ അലങ്കാരങ്ങൾ ഒരു കാട്ടിലൊക്കെ പോയതുപോലെയാണ്, ഖുർആനിന്റെ മനോഹാരിത പോലെയാണ്. നോക്കുമ്പോൾ ഒരേ വാർപ്പ് മാതൃകയല്ല. കാട്ടിൽ ഒരേ തരത്തിലുള്ള ഒരു മല്ലിക കൃഷി തോട്ടത്തിലേക്ക് പോകുമ്പോഴുള്ള മഞ്ഞപ്പൂക്കൾ മാത്രമല്ല, ഉത്തരേന്ത്യയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ സൈഡുകളിൽ നമ്മൾ ട്രെയിനിന്റെ സൈഡിൽ കാണുന്ന ഈ സൺഫ്ലവറിന്റെ തോട്ടത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന വലിയ മഞ്ഞപ്പൂക്കൾ മാത്രമാണെങ്കിൽ അത് ഇത്തിരി കാണുമ്പോഴേക്കും അടുപ്പ് വരും. നേരെ മറിച്ച് കാട്ടിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ വിവിധ മരങ്ങൾ, വിവിധ ചെടികൾ, വിവിധ പൂക്കൾ, വിവിധ വർണ്ണങ്ങൾ, വിവിധ ആറുകൾ, പുഴകൾ, മറ്റ് മനോഹാരിതകൾ. ഖുറാന്റെ മുജിസത്ത് അങ്ങനെയാണ്, ഖുറാന്റെ സാഹിത്യം അങ്ങനെയാണ്. സ്വർഗവും അങ്ങനെ തന്നെയാണ്. അവിടെ വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ ഉണ്ടാകും. അതിന്റെ ചില സാമ്പിൾ എന്ന രീതിയിൽ ഖുറാൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. അരുവികൾ, നല്ല മനോഹരമായ കാഴ്ചകൾ. ഇതെല്ലാം ആസ്വദിക്കാൻ പടച്ച റബ്ബ് മനുഷ്യർക്ക് സംവിധാനം ഒരുക്കുന്നു. അതിന്റെ പേരാണ് സ്വർഗം. അതിനുവേണ്ടി ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കേണ്ടി വരും. കണ്ണിനെ നിയന്ത്രിക്കേണ്ടി വരും, നാക്കിനെ നിയന്ത്രിക്കേണ്ടി വരും. കാരണം ഈ പരിശീലനം കിട്ടിയവർക്കുള്ള പ്രചോദനമാണ് സ്വർഗം. അപ്പൊ കളിതമാശകളല്ല ജീവിതമെന്ന് മനസ്സിലാക്കേണ്ടി വരും. വളരെ കുറച്ചു കാലം നമുക്ക് അനുവദിച്ച ഒരു മഹാഭാഗ്യമാണ് ജീവിതമെന്ന് തിരിച്ചറിയേണ്ടി വരും. അങ്ങനെ വരുമ്പോ ജീവിതത്തിൽ മുഴുവനായിട്ട് കളിതമാശകളിൽ മുഴുകരുത്. മക്കളെ കൃത്യമായി വളർത്തേണ്ടി വരും. ധാർമ്മികത അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. അവരെ വൃത്തികേടിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ബുദ്ധിപൂർവം അവരെ മാറ്റി നിർത്തേണ്ടി വരും. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കോമാളികളെ കുറിച്ച് പറഞ്ഞത്. വ്യക്തിപരമായി അവരോട് നമുക്കൊരു വിദ്വേഷമില്ലായിരുന്നു. തീർച്ചയായും അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ തിരുത്തേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ തിരുത്തേണ്ടതുണ്ട്. ആരൊക്കെ നന്നായാലും ആരൊക്കെ ശരിയായ പാതയിലേക്ക് കടന്നു വന്നില്ലെങ്കിലും പറയേണ്ടത് നമ്മൾ പറയേണ്ടതുണ്ട്. നന്നേ ചുരുങ്ങിയത് നമ്മുടെ വീടകങ്ങളിലുള്ള ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെങ്കിലും നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ പ്രാവശ്യന്റെ ക്ലാസ്സിൽ ആ ഒരു കോയ കുഞ്ഞാപ്പു കടന്നു വരാൻ തന്നെ കാരണം 2 ദിവസം മുന്നേ ഞാനൊരു വീട്ടിൽ ഒരു ആവശ്യാർത്ഥം പോയപ്പോൾ ചെറിയൊരു മോൻ ഉറക്കിൽ നിന്നിങ്ങനെ എഴുന്നേറ്റ് കോണി ഇറങ്ങി വരികയാണ്. ഒരു സ്റ്റെപ്പിൽ കോയ, മറ്റേ സ്റ്റെപ്പിൽ കുഞ്ഞാപ്പു. ഇതും പറഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു, എത്രമേൽ ഇത് ചെറിയ കുട്ടികളെ സ്വാധീനിക്കുന്നു എന്ന്. അങ്ങനെയാണ് യാദൃച്ഛികമായി നമ്മുടെ ക്ലാസ്സിനിടക്ക് അത് കയറി വന്നത്. അത് കുറെ ആളുകളൊക്കെ അങ്ങനെ കണ്ടു വന്നപ്പോ എനിക്ക് പല കുട്ടികളും അതിന്റെ കമന്റ്സുകൾ അയച്ചു തന്നു. 98% ആളുകളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഒരു ടീച്ചറുണ്ട് വളരെ ആർദ്രമായി എഴുതിയിട്ട്, ഇപ്പൊ കുട്ടികളൊക്കെ തർക്കുത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരും പറയണത് കേൾക്കണില്ല, പഠിക്കാൻ സന്നദ്ധരല്ല, തീരെ അച്ചടക്കമില്ലാത്തവരായി വളരുന്നു. ഇത് പാടില്ലെന്ന് ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ഈ ക്ലാസ് പങ്കെടുക്കുന്ന ആളുകളുടെ മക്കളെങ്കിലും സംരക്ഷിക്കണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ അതിന് മറുപടിയായിട്ട് കുറെ ആളുകൾ ഇറങ്ങിയിരിക്കുക. എന്താ പറയണത്? ഇവർ കഠിനമായി അധ്വാനം ചെയ്താണ് ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയത്. അതുകൊണ്ട് അവരെ എതിർത്ത് തോൽപ്പിക്കരുത് ഉസ്താദെ എന്നും പറഞ്ഞ് 2 ചങ്ങാതിമാരുടെ ക്ലിപ്പ് കണ്ടു. ആർക്കും അങ്ങനെ പറയാലോ. എത്ര കഷ്ടപ്പെട്ടാണ് ഒരു സാധു മനുഷ്യൻ തെങ്ങിക്കേറി ചെത്തി ഇറങ്ങണത്. പിന്നെ എത്ര കഷ്ടപ്പെട്ടാണ് അയാൾ ഊറി നിൽക്കുന്ന കള്ള് ശേഖരിക്കാൻ കയറുന്നത്. പിന്നെ എത്ര കഷ്ടപ്പെട്ടാണ് അയാൾ അതിന്റെ മറ്റു പരിപാടികളൊക്കെ നടത്തുന്നത്. നന്നായിട്ട് കഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഒന്നും പറയരുത് ഉസ്താദെ, കുടിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്നത് എത്രമേൽ വിഡ്ഢിത്താണ്. കഷ്ടപ്പാടുകളല്ല ഒരു കാര്യം നന്മയും തിന്മയും ആവാനുള്ള മാനദണ്ഡം. അത് നമ്മൾ മനസ്സിലാക്കുക. കഷ്ടപ്പാടുകളാണ്. എത്ര കഷ്ടപ്പെട്ടായിരിക്കും ബാങ്ക് കൊള്ളടിക്കുന്നത്. കഷ്ടപ്പാടുണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ സമ്മതിക്കാൻ പറ്റുമോ? എത്ര കഷ്ടപ്പെട്ടായിരിക്കും ഒരു പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്യുന്നത്, ആരാരും കാണാതെ സങ്കേതം ഒരുക്കിയിട്ട് ബലാത്സംഗം നടത്തുന്നത്. എന്തോ ഒരു കഷ്ടപ്പാടിലൂടെ അവരിത് ചെയ്തത്. അതുകൊണ്ട് ന്യായീകരിക്കണം എന്ന് പറയാൻ പറ്റുമോ? ഈ 2 വ്യക്തികളോട് നമുക്കൊരു താല്പര്യക്കുറവില്ല. അവർ തന്നെ ഒരു മറുപടിക്ക് ഇറങ്ങിയിരിക്കുക. നമ്മുടെ ജില്ലയിലെ ഒരു സ്കൂളിൽ കുഞ്ഞുങ്ങളൊക്കെ പാടെ ഒരുമിച്ച് കൂട്ടിയിട്ട്, നിങ്ങൾക്കറിയില്ലേ എൻ്റെ പേര് അതെല്ലാം, നിങ്ങൾക്കറിയില്ല മൂപ്പരെ പേര് അതെല്ലാം, ഞങ്ങൾ അഭിനയിക്കുകയാണെന്ന് നിങ്ങൾക്കറിയില്ലേ, ഇത് യഥാർത്ഥമല്ലാന്ന് നിങ്ങൾക്കറിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അതൊന്നും അറിയാത്ത ചില ആൾക്കാരുണ്ട് എന്ന് പറയാണ്. അതൊന്നും അറിയാത്തത് കൊണ്ടല്ല, ക്ഷമിക്കണം, അതൊന്നും അറിയാത്തത് കൊണ്ടല്ല. അഭിനയമാണ് ഇത് എന്നറിഞ്ഞാൽ അതോടുകൂടെ എല്ലാ പ്രശ്നം തീരുമെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ദൃശ്യം എന്ന സിനിമ കണ്ടിട്ട് പിന്നീട് കുറെ കൊലപാതകങ്ങൾക്ക് അത് കാരണമായി എന്ന് നമ്മുടെ ക്രൈം റെക്കോർഡുകൾ പറയുമ്പോൾ ഇത് ദൃശ്യത്തിൽ ആ നടൻ അഭിനയിച്ചതല്ല ജീവിച്ചതാണെന്ന് ധരിച്ചിട്ടാണോ ഇത്?
മദ്യപാനം കേരളത്തിൽ കൂടുന്നതിന് സിനിമ പോലെയുള്ളത് പ്രചോദനമാകുന്നു എന്ന് ഔദ്യോഗികമായ പഠനങ്ങളിൽ കാണുന്നു. ഈ സിനിമയിൽ കുടിക്കുന്നത് കള്ളല്ല എന്നോ അല്ലെങ്കിൽ അയാൾ അഭിനയിക്കുകയാണ്, ജീവിക്കല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ ഇത്? മറ്റേത് കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കുക. ആത്മഹത്യക്ക് സിനിമ കാരണമാകുന്നു എന്ന് പഠനങ്ങളുണ്ട്. സിനിമാ നടി പിന്നെയും ജീവിക്കും ആത്മഹത്യ കഴിഞ്ഞാലും, കാരണം അവർ അഭിനയിക്കുകയാണ് എന്നതിൽ ഒരു തർക്കമല്ല. അത് ജീവിതമല്ല എന്ന് സിനിമ കാണുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ അത് അവരുടെ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. അവർ ആത്മഹത്യക്ക് ഇത് സംഗതി കാരണമാക്കിക്കൊണ്ടിരിക്കുന്നു. പറയേണ്ടത് പറയാതെ പറ്റില്ല, ക്ഷമിക്കണം. നമ്മുടെ മക്കളെ ഇത് സ്വാധീനിക്കാൻ പാടില്ല. മക്കൾ ജീവിക്കേണ്ടത് അതബോടുകൂടെയാണ്. വാപ്പയോടുള്ള ഉമ്മയോടുള്ള ഡീലിംഗ് കൃത്യമായി മതം പറഞ്ഞിട്ടുണ്ട്. ആ അതിർവരമ്പിൽ നിന്ന് മാറാൻ പറ്റൂല. നമ്മുടെ വാക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ ചിരിപ്പിക്കൽ മാത്രമാണ് എൻ്റെ ഉദ്ദേശം എന്ന് മറുപടി പറയുന്നത് മതപരമായി എത്രമേൽ ശരിയാവും? ചിരിപ്പിക്കൽ മാത്രമാണ് നമ്മുടെ ഉദ്ദേശം എന്നോ? അതിനാണ് അടിക്കൊന്നല്ല, അടിക്കണ മാതിരി കാണിക്കുകയാണെന്ന് സ്റ്റേജിൽ കയറി കാണിച്ചു കൊടുക്കുകയാണ് ഈ സാധു മനുഷ്യന്മാര്. നമുക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ എങ്ങനെ ചിരിപ്പിക്കൽ മതപരമായി ചിന്തിക്കുമ്പോൾ എത്രമേൽ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക, ജനങ്ങൾ ഇങ്ങനെ കുടുകുടാ ചിരിക്കാൻ വേണ്ടി. വൈലുല്ലഹു വൈലുല്ലഹു വൈലുല്ലഹു, അവർക്കാണ് നാശം, അവർക്കാണ് നാശം, അവർക്കാണ് നാശം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ചിരിപ്പിക്കൽ മാത്രമാണ് ഉദ്ദേശം എന്നോ? നിങ്ങൾ ചിരിച്ചില്ലേ എന്നോ? അതുകൊണ്ടെല്ലാം ശരിയായി എന്നോ? ചിരിപ്പിക്കാൻ വേണ്ടി കള്ളം പറയുന്നവർ, വാക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ, ജനങ്ങളെ ചിരിപ്പിച്ച് ഉന്മത്തരാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ, വൈലുല്ലിമൻ, അവർക്കാണ് നാശമെന്ന് മുത്തുറസൂൽ പറഞ്ഞു തുടങ്ങുന്നു. അവസാനമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, വൈലുല്ലഹു വൈലുല്ലഹു വൈലുല്ലഹു. ഇത് പറയേണ്ട ആരും? ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ളതാണ്. കുറെ ചിരിച്ചു തീരേണ്ടതല്ല, കുറെ അഭിനയിച്ച് തീരേണ്ടതല്ല. ഗൗരവത്തിൽ ജീവിക്കാനുള്ളതാണ്. അഭിനയമല്ല പ്രധാനം. സ്വർഗത്തിലേക്ക് പോണെങ്കിൽ അങ്ങനെ കുറെ പറയേണ്ടി വരും. ഹബീബായ മുത്തുറസൂൽ പറഞ്ഞു, ലൗ തഅലമൂൻ, നിങ്ങൾക്കറിയാമെങ്കിൽ, മാഅലം, എനിക്കറിയാവുന്ന ജീവിതത്തിന്റെ രഹസ്യങ്ങൾ, സ്വർഗനരകങ്ങളെ കുറിച്ചുള്ള വിജ്ഞാനങ്ങൾ, ആഖിറത്തിലുള്ള പരമമായ ശിക്ഷാരക്ഷകൾ, ഈ പ്രപഞ്ചത്തെ റബ്ബ് സംവിധാനിച്ചതിന്റെ രഹസ്യങ്ങൾ, എന്തിനു വേണ്ടി മനുഷ്യജന്മം, മനുഷ്യന് ബുദ്ധി, മനുഷ്യന് വിവേകം, പക്വത, ഇതൊക്കെ എനിക്കറിയാവുന്നതുപോലെ നിങ്ങൾക്കറിയുകയാണെങ്കിൽ നിങ്ങൾ ധാരാളമായി കരയും, വളരെ കുറച്ചേ ചിരിക്കുള്ളൂ. തൽഹഖൂന ഖലീലൻ, വളരെ കുറച്ചേ നിങ്ങൾ ചിരിക്കൂ. വതബ്കൂന കസീറൻ, ധാരാളമായി കരയുമായിരുന്നു. പക്ഷെ എനിക്കറിയാവുന്നത് നിങ്ങൾക്കറിയില്ല. എല്ലാം കൂടെ വിസ്തരിച്ച് പറയുന്നത് സംഗതവുമല്ല. ഹബീബായ നബിതങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞില്ല. ചിലതൊക്കെ പറയാതിരിക്കാൻ പടച്ച റബ്ബ് നബിക്ക് നിർദ്ദേശം നൽകി. ഈ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയുടെ ഏത് ദിവസം എന്നതിനെ പോലെ. പക്ഷെ റസൂൽ പറഞ്ഞു തന്നു അതിന്റെ ചില കാര്യങ്ങൾ. ലൗ തഅലമൂന മാ അഅലം, എനിക്കറിയാവുന്നത് നിങ്ങൾക്കറിയാമായിരുന്നെങ്കിൽ, തൽഹഖൂന ഖലീല, കുറച്ച് ചിരിക്കൂ, വതബ്കൂന കസീറ, ധാരാളമായി നിങ്ങൾ കരയുമായിരുന്നു. അള്ളാന്റെ റസൂലിന്റെ ശിഷ്യഗണങ്ങൾ, സഹാബികൾ മുഖം പൊത്തി, അവർ തേങ്ങിക്കരഞ്ഞുകൊണ്ടിരുന്നുവെന്ന് ഹദീസിന്റെ തുടർഭാഗം. അവർ തേങ്ങിക്കരഞ്ഞുകൊണ്ടിരുന്നു, ഏങ്ങലുയർന്നു. അള്ളാന്റെ റസൂലിന്റെ സഹാബ കിറാം ഈ ഒരു റസൂലിന്റെ വാക്ക് കേട്ടപ്പോ മുഖം പൊത്തി. ആ സദസ്സിൽ ഏങ്ങിക്കരച്ചിലുയർന്നു വന്ന് എല്ലാവരും കരഞ്ഞു വന്ന് ആ നിമിഷത്തെ കുറിച്ച് സഹാബിവര്യന്മാർ റിവായത്ത് ചെയ്യുന്നു. ഇതാണ് ജീവിതം. ഇങ്ങനെയുള്ളവർക്കാണ് സ്വർഗം. ലഗിബും വലഹബ്, കുറെ കളി തമാശകൾ, കുറെ ബഹളം വെക്കലുകൾ, അതിനിടയ്ക്ക് എപ്പോഴോ തീർന്നു പോകുന്ന ഒരു ജന്മം മാത്രമാണ് നമ്മുടേത്. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റൂല ഇതൊന്നും നമ്മുടെ കീഴിൽപ്പെട്ടതേ അല്ല. എനിക്ക് തോന്നണമൊന്നും ശരിയല്ല, എനിക്ക് അങ്ങനെ പറ്റൂ, ഇങ്ങനെ പറ്റൂ, ഞാൻ ചെയ്യണ മാത്രമേ ശരിയാവുള്ളൂ, നിങ്ങളാരും ചെയ്യരുത്. നേരത്തെ പറഞ്ഞ കലണ്ടർ വിമർശകൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു സ്ഥാപനം നടത്തണമെന്നുണ്ടെങ്കിൽ നാട്ടിലുള്ള ഒരു 5-6 ആൾക്കാരെ കാണുക, സ്വകാര്യമായി അവരോട് പണം വാങ്ങുക. അതെന്താ പിരിക്കലല്ലേ? വല്ലാത്തൊരു രസം. അത് പിരിക്കലല്ലേ? 25,000 കുട്ടികളുടെ സ്ഥാപനത്തിൽ നിന്നാണ് അവർ വന്നിരിക്കണതെന്ന് പറയാം. നാട്ടിലുള്ള ഒരു 6 ആൾക്കാരെ കണ്ടാൽ 25,000 കുട്ടികൾക്ക് ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ?
ഇതാ ഞാൻ പറയുന്നത്, ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി, ഭൂമിയിൽ ഞാനാണ് വലിയ സംഭവം എന്ന് വിചാരിക്കാതെ ഭൂമിയോളം താഴാനാവണം. അപ്പം നന്മകൾ ഇങ്ങനെ വരും. മുത്തുറസൂൽ പറഞ്ഞത് മുഴുവൻ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തും. നാക്കിൽ എപ്പോഴും ദിക്റുകളായിരിക്കും. ഞാൻ വിജയിക്കാൻ എന്ത് വേണമെന്നൊരു സഹാബി വന്ന് ചോദിക്കുന്നുണ്ട്. മാസാല ലിസാനുക റത്ബം മിൻ ദിക്രില്ലാ, അള്ളാഹുവിൻ്റെ ദിക്റ് കൊണ്ട് നിന്റെ നാവ് ഇങ്ങനെ മനോഹരമാവണം, നിന്റെ നാവ് ഇങ്ങനെ നനവാർന്നിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. നാവിലിങ്ങനെ ദിക്റ് വരുമ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് വരും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടിരുന്നാൽ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ മനസ്സിലേക്ക് വരും. നന്നേ ചുരുങ്ങിയത് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകും. ഇതെല്ലാം റബ്ബ് കാണുന്നുവെന്ന വല്ലാത്തൊരു വിചാരം വരും. നമ്മുടെ കണ്ണുകളുടെ നോട്ടം മുതൽ, സ്വകാര്യ നോട്ടം മുതൽ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ മറച്ചു വെച്ച ഏറ്റവും രഹസ്യമായി നമ്മൾ സൂക്ഷിക്കുന്ന ചിന്ത വരെയും റബ്ബ് തആല അറിയുന്നു. റഖീബ് അതീദ് രേഖപ്പെടുത്താതെ ഒരക്ഷരം പറയാൻ നമുക്ക് സാധ്യമല്ലെന്ന് സൂറത്തു ഖാഫിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ മനുഷ്യൻ സ്വയം സംസ്കൃതനാകുന്നു. അവൻ എന്തെങ്കിലും പ്രതിഫലം വേണ്ടേ? ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ ജീവിച്ചവൻ, പടച്ച റബ്ബ് പറഞ്ഞതുപോലെ അവന്റെ ജീവിതം ക്രമീകരിച്ചവൻ, വിശ്വാസത്തിൽ ദൃഢത പുലർത്തിയവൻ, എല്ലാ പ്രചോദനങ്ങളെയും പ്രലോഭനങ്ങളെയും മാറ്റിവെച്ച് പരിശുദ്ധ ദീനിലൂടെ ആത്മാർത്ഥമായി മുന്നോട്ട് പോയവൻ, അവൻ എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ? ഉണ്ടെന്ന് ഖുർആൻ പറയുന്നു. അതാണ് സ്വർഗം. ഈ ഒരു ബോധത്തിൽ നമ്മൾ മാറാൻ പറ്റൂല. ഈ ഒരു ബോധത്തിൽ നിന്ന് നമ്മൾക്ക് മാറാൻ പറ്റൂല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഓരോ ഭാഗവും വിശുദ്ധമാകും. നാക്ക് വിശുദ്ധമാകും, ലൈംഗികവാങ്ങൾ വിശുദ്ധമാകും, നമ്മുടെ സമ്പത്ത് വിശുദ്ധമാകും, നമ്മുടെ ജോലി വിശുദ്ധമാകും. ആർക്കും ഒരു ഉപദ്രവവും ഇല്ലാത്ത നല്ലൊരു മനുഷ്യൻ രൂപപ്പെടും. ഇതല്ലാതെ കുറെ കാലം അങ്ങനെ ജീവിക്കണ്, മരിച്ചു പോണു, അതോടുകൂടെ എല്ലാം തീർന്നു എന്നാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ നോക്കുങ്ങൾ, ലോകത്ത് നടക്കാൻ ഇനി ഒരു ബാക്കിയില്ലാത്ത അധർമ്മങ്ങൾ ഉണ്ടാകും. എല്ലാവരും വൃത്തികേടിലൂടെ തന്നെ ജീവിക്കും. കാരണം ഇതിനപ്പുറം ഒരു ചിന്തല്ല അവന്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാകും. അധികാരമുള്ളവൻ മാത്രം ജീവിക്കുന്ന മനോഹരമായ ജീവിതം അവന് മാത്രം വിധിക്കപ്പെടുന്ന ഒരു ലോകം സൃഷ്ടിക്കപ്പെടും. ഇത് പാടില്ലെന്ന് ഇസ്ലാം പറയുന്നു. എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്, അർഹതയുണ്ട്. അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടതുമുണ്ട്, എല്ലാവരെയും കൂടെ നിർത്തേണ്ടതുണ്ട്. മുത്തറസൂൽ പറയുന്ന ഒരു വാക്ക്, മൻ അൽ മുഅ്മിൻ, യഥാർത്ഥ മുഅ്മിൻ ആരാണ്? മൻ സലിമന്നാസു മിൻ ലിസാനിഹി വയദി, അവന്റെ നാക്കിൽ നിന്നും അവന്റെ ശരീരത്തിന്റെ കൈ, കാല് പോലെയുള്ള മറ്റു ഭാഗങ്ങളിൽ നിന്നും മനുഷ്യർ രക്ഷപ്പെടുന്നവൻ ആരാണോ? അഹ്മദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസാണ് ഞാൻ പറയുന്നത്. അൽ മുസ്ലിം അൽ മുഅ്മിൻ, യഥാർത്ഥ വിശ്വാസി ആരാണ്? മൻ സലിമന്നാസ്, ജനങ്ങൾ സംരക്ഷിതരായിരിക്കുന്നു, മിയദിഹി വലിസാനിഹി, അവന്റെ ഉപദ്രവങ്ങളിൽ നിന്ന്. അവന്റെ നാക്കിന്റെ ഉപദ്രവത്തെ പ്രത്യേകം പറയുന്നുണ്ട്. ആത്മാഭിമാനം വലിയ സംഗതിയാണ്. ആത്മാഭിമാനം വലിയ സംഗതിയാണ്. അതിന് വിരുദ്ധമായൊരു പ്രവർത്തനവും നടത്താൻ പാടില്ല. ഒരാളുടെയും അഭിമാനത്തെ നമ്മൾ ക്ഷയിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് അഭിമാനത്തെ സംരക്ഷിക്കാൻ നാക്കിനെ പ്രത്യേകം പറയുന്നു. പിന്നെ കൈകളെ പറയുന്നു. മറ്റു ശരീരഭാഗങ്ങൾ ഇതിന്റെ അനുബന്ധമായി വരുന്നു. ഇതിൽ നിന്ന് മറ്റു ജനങ്ങൾ വിശ്വസ്തരാകുമ്പോൾ, നിർഭയരാകുമ്പോൾ യഥാർത്ഥ മുഅ്മിൻ രൂപപ്പെടുന്നു. അവനാണ് സ്വർഗം. സ്വർഗത്തിലേക്ക് എത്താനുള്ള മാനദണ്ഡം യഥാർത്ഥ വിശ്വാസമാണ്, മതം പറഞ്ഞതുപോലെയുള്ള സത്കർമ്മമാണ്. നിരവധിയായ ആയത്തുകൾ അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗത്തിന് വേണ്ടി ജീവിക്കാൻ, നല്ല വിശുദ്ധരായി തന്നെ നമ്മുടെ ജീവിതം കൈകാര്യം ചെയ്താൽ, നല്ലവരായി മരണപ്പെടാൻ, നല്ലവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ പടച്ച റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്ന എല്ലാ അഭാഗങ്ങളും അവന്റെ മഹദ് ഫദ്ൽ കൊണ്ട് അവൻ വിട്ടുപുറത്ത് മാപ്പാക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.